ഹലോ ഗൈസ്, മല്ലു ഹെൽത്ത് GPT എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രിയാറ്റിനെ കുറിച്ചാണ്. ക്രിയാറ്റിൻ്റെ ഉപയോഗം എന്താണ്, ക്രിയാറ്റിൻ ഒരു ദിവസം ഫുഡിൽ നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് നേടാൻ കഴിയും, എന്തിനാണ് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നത്, ക്രിയാറ്റിൻ്റെ ഫങ്ഷൻ എന്താണ് ഒരു ദിവസത്തെ ക്രിയാറ്റിൻ്റെ റെക്കമെൻഡഡ് ഡോസേജ് എന്താണ്, കൂടുതൽ ക്രിയാറ്റിൻ നമ്മൾ ഒരു ദിവസം കുടിച്ചാൽ സംഭവിക്കുക, ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണം, 3 ഗ്രാം ക്രിയാറ്റിൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ക്രിയാറ്റിനും സെറം ക്രിയാറ്റിനും തമ്മിലുള്ള റിലേഷൻ എന്തൊക്കെയാണ്, ഇൻക്രീസ്ഡ് സെറം ക്രിയാറ്റിനിൻ എന്താണ്, ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ കൂടാൻ കാരണം, ആർക്കൊക്കെ ക്രിയാറ്റിൻ ഉപയോഗിക്കാൻ പാടില്ല, ക്രിയാറ്റിനെ പറ്റിയുള്ള മിത്തുകൾ, ക്രിയാറ്റിനും കിഡ്നിയും തമ്മിലുള്ള റിലേഷൻ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നോക്കാം എന്താണ് ക്രിയാറ്റിൻ. ക്രിയാറ്റിന് ഒരു നാച്ചുറലി ഒക്കറിങ് കോമ്പൗണ്ട് ഫൗണ്ട് ഇൻ മസിൽ സെൽസിൽ കാണുന്ന ഒരു നാച്ചുറലി ഒക്കറിങ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇറ്റ് ഹെൽപ്സ് യുവർ മസിൽ പ്രൊഡ്യൂസ് എനർജി ഡ്യൂറിങ് ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട്. ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി തരിക എന്നതാണ് ക്രിയാറ്റിൻ്റെ ഫങ്ഷന്. ക്രിയാറ്റിനെ നമ്മുടെ പെർഫോമൻസ് കൂട്ടും, മസിൽ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യും, പിന്നെ അതുപോലെ നമുക്ക് സ്ലീപ്പ് അങ്ങനത്തേനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ക്രിയാറ്റിൻ. നമുക്ക് എത്രത്തോളം ക്രിയാറ്റിൻ ഫുഡിൽ നിന്നും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ക്രിയാറ്റിൻ നമുക്ക് നാച്ചുറലി കിട്ടുക റെഡ് മീറ്റിൽ നിന്നും ഫിഷുകളിൽ നിന്നുമാണ്. ഒരു മനുഷ്യന് ഒരു ദിവസം 1 ഗ്രാം അല്ലെങ്കിൽ 2 ഗ്രാം ക്രിയാറ്റിനാണ് സാധാരണ കിട്ടുക. പക്ഷേ റെക്കമെൻഡഡ് യൂസേജ് ആയത് 3 to 5 ഗ്രാം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രാക്ടിക്കലി 5 ഗ്രാം ഫുഡിൽ നിന്ന് എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോസിബിൾ ആണെന്നല്ല, ഭയങ്കര പ്രയാസമാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സിനെ കുറിച്ചാണ്. ഒരു ദിവസം 3 to 5 ഗ്രാമാണ് റെക്കമെൻഡഡ് ഡോസേജ്. എഫക്റ്റീവ്നെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സപ്ലിമെൻറ്റ്സ് നമുക്ക് ഹയർ ക്രിയാറ്റിൻ ലെവൽസ് മസിൽസിൽ ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ സപ്ലിമെൻ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഡയറ്ററി സോഴ്സ് മാത്രം ആശ്രയിക്കുന്നതിന് പകരം. പിന്നെ ഫങ്ഷൻസ് ആണ് ക്രിയാറ്റിൻ നമുക്ക് ATP റീജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുഴങ്ങാനൊക്കെ കാരണം ആ ഒരു സംഭവം ഇല്ലാണ്ടാക്കും ക്രിയാറ്റിൻ നമ്മൾ ഉപയോഗിച്ചാൽ. ഇനി എക്സസീവ് ക്രിയാറ്റിൻ ഇൻടേക്ക് കൊണ്ടുള്ള സൈഡ് എഫക്ട്സും റെക്കമെൻഡഡ് ലിമിറ്റ്സും. എക്സസീവ് ക്രിയാറ്റിൻ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് വയറുവേദന, പിന്നെ വെള്ളം ഡീഹൈഡ്രേഷന്, മസിൽസ് ക്രാമ്പിങ്, പിന്നെ കിഡ്നിക്ക് നല്ല സ്ട്രെസ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഡെയിലി റെക്കമെൻഡഡ് യൂസേജ് 3 to 5 ഗ്രാമാണ്. നമുക്ക് ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ റെക്കമെൻഡേഷൻ ഒരു 10 ഗ്രാം വരെ ഒരു ദിവസം ഉപയോഗിക്കുന്നതിന് വിഷയമൊന്നുമില്ല. ക്രിയാറ്റിൻ ഉപയോഗിക്കുമ്പോൾ ഡെയിലി ഒരു 2 to 2.5 ലിറ്റർ വെള്ളം മിനിമം കുടിക്കാൻ ശ്രമിക്കുക. അതിൽ കൂടുതൽ എന്തായാലും കുടിക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ക്രിയാറ്റിനും സെറം ക്രിയാറ്റിനും തമ്മിലുള്ളതാണ്. സെറം ക്രിയാറ്റിന് നമ്മൾ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്തായാലും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മളുടെ സെറം ക്രിയാറ്റിൻ കൂടി എന്നുള്ളത് നമ്മുടെ കിഡ്നി ഫങ്ഷൻ തെറ്റായി എന്നല്ല കാണിക്കുന്നത്. ക്രിയാറ്റിന് ഉപയോഗം നമ്മളുടെ മസിൽ മെറ്റബോളിസം കൂട്ടി എന്നാണ്. അപ്പോൾ സെറം ക്രിയാറ്റിൻ്റെ ലെവല് കൂടി എന്നത് നമുക്ക് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ആരൊക്കെയാണ് ക്രിയാറ്റിൻ ഉപയോഗം ഒഴിവാക്കേണ്ടത് എന്ന് വെച്ചാൽ, കിഡ്നി ഇഷ്യൂസ് ഓൾറെഡി ഉള്ള ആൾക്കാർക്ക്, പിന്നെ പ്രഗ്നൻ്റ് അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീകൾ ഒഴിവാക്കണം. പിന്നെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിൽ, കിഡ്നിക്കോ ലിവറിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽത്ത് കെയറിനെ ചോദിച്ചിട്ട് മാത്രം ഉപയോഗിക്കുക. പിന്നെ ക്രിയാറ്റിൻ്റെ മിത്തുകളുടെ പറ്റിയാണ് ഇനി നമ്മൾ അടുത്ത് സംസാരിക്കുന്നത്. ക്രിയാറ്റിനെ പറ്റിയുള്ളൊരു മിത്താണ് ക്രിയാറ്റിൻ കിഡ്നി ഡാമേജ് വരുത്തുന്നത്. പക്ഷേ ഓൾറെഡി കിഡ്നി ഡാമേജ് ഉള്ളവർക്കാണ് ക്രിയാറ്റിൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ക്രിയാറ്റിൻ ഒരു സ്റ്റിറോയിഡ് ആണെന്നുള്ളൊരു മിത്തുണ്ട്. പക്ഷേ ഇത് നമ്മുടെ നാച്ചുറലി കാണുന്നൊരു സംഭവം തന്നെയാണ്, ഒരു സ്റ്റിറോയിഡ് ഒന്നുമല്ല. പിന്നെ ക്രിയാറ്റിൻ വെയിറ്റ് ഗെയിൻ കൂട്ടുമെന്നുള്ളത്, പക്ഷേ അങ്ങനെയല്ല. ക്രിയാറ്റിൻ മസിൽസിൽ വെള്ളം നിർത്തുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു വെയിറ്റ് ഇൻക്രീസ് ഉണ്ടാവും എന്ന് കരുതി അതൊരു ഫാറ്റ് ഗെയിൻ ആയിട്ട് നമ്മൾ കാണാൻ പാടില്ല. പിന്നെയുള്ള അബൌട്ട് നമ്മുടെ ക്രിയാറ്റിനും കിഡ്നി ഹെൽത്തിനെയും പറ്റിയാണ്. റെക്കമെൻഡഡ് യൂസേജിൽ ക്രിയാറ്റിൻ എടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള കിഡ്നി ഉള്ളവർക്ക് വിഷയമുള്ള സംഭവമൊന്നുമില്ല. പിന്നെ കിഡ്നി കൺസേൺസ് ഉള്ളവർ, അതായത് പ്രീ എക്സിസ്റ്റിംഗ് കിഡ്നി കണ്ടീഷൻസ് എന്തെങ്കിലും ഉള്ളവർക്ക് ക്രിയാറ്റിൻ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.